ഇന്നലെ ഒരു സ്ത്രീ ആയതാണെന്നാണ് പറയുന്നത്, ട്രാൻസ്ജെൻഡർ ആയിരുന്നു. അവർ പറയുകയാണ് വന്നിട്ട്, ഞാൻ ഒരിക്കലും ഇങ്ങനെ കൈവെക്കത്തില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല കൈവെക്കണ്ടേ. അതായത് അവരോട് ഏതോ ഒരു സ്ത്രീ വീഡിയോ ചെയ്തിട്ട് പറഞ്ഞല്ലോ, എന്തിനാ മോളെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്നത്, ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചതിന് പോലും ആ ചോദിച്ചതിനുള്ള മറുപടിയാണ് കൊടുത്തത്. ഞാൻ ഒരിക്കലും ഇത് കൈവച്ചുകൊണ്ട് നടക്കത്തില്ല, നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് എന്താ ഉള്ളതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം, അതായത് എല്ലാവർക്കും ഉള്ള സാധനം തന്നെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡ്രസ്സ് ഇടാണ്ട് കിടന്നാൽ പോരെ. എല്ലാവർക്കും അറിയില്ല ഇന്ന ആൾക്കാർക്ക് ഇതേ ഉള്ളൂ എന്ന്. ഇതെന്തൊരു ഭർത്താനാ പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കലും ഇവരെ കൊഞ്ഞനം കാട്ടിലാന്ന്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ ഒരു ഭയങ്കര അലർജിയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലേ ആൾക്കാർ കാണാനുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാലേ 4 ആൾക്കാർ കാണുള്ളൂ. അവരുടെ പുറകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയും തൂക്കിയിട്ട് ഒരുത്തനുണ്ട്. അവനാണ് ചേച്ചി ഒറ്റയ്ക്ക് ചായ കുടിക്കുന്നത് കണ്ടോ, ഒറ്റയ്ക്ക് കപ്പ തിന്നുന്നത് കണ്ടോ, ഒറ്റയ്ക്ക് ഇത് തിന്നുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക ജനങ്ങളെ പരീക്ഷിക്കുക. അതിനാണെങ്കിൽ നല്ല വ്യൂസും ഉണ്ട് കേട്ടോ, അത്യാവശ്യം വ്യൂസും തെറിവിളി കേട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂസും ഉണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൂടെ കിട്ടുന്ന കുറച്ച് കഫം വാരി തിന്നാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ വേറെയൊന്നും അല്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ നന്നാക്കാനോ അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാം ഇത് വളരെ മോശം തന്നെയാണെന്ന് അവർക്ക് തന്നെ അറിയാം. എന്നാലും ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അങ്ങനെ സൂഹിക്കേണ്ട മനുഷ്യന്മാർ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ആരെങ്കിലും ഇങ്ങനെ പറയിച്ചുകൊണ്ടിരിക്കണം. ഈ ഡ്രസ്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ എന്തിനാണ്, നമ്മളെ ശരീരം മറക്കാനല്ലേ നമ്മൾ ഇടുന്നത്. ഇതിൻ്റെ അടിയിൽ വന്നിട്ട് എനിക്ക് കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയും, തനിക്കെന്തോ ഭ്രാന്തായി പോയാ, താനെന്തിനാടോ ഇത് നോക്കി നടക്കുന്നത്, താനെന്തിനാടോ ഇത് ഇതാക്കി നടക്കുന്നത്, വിദേശികളെ അനുകരിക്കലാമെന്ന് ഇവരെല്ലാം പറയുന്നത്. എൻ്റെ പൊന്നു ചങ്ങായിമാരെ, വിദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ കയറി പിടിക്കുന്ന പരിപാടി ഇല്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തടിക്കുന്ന സ്വഭാവം ഇല്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്നും മറ്റേതും അങ്ങനെ അടിക്കുന്ന സ്വഭാവമില്ല. അവരെയൊക്കെ വേണമെങ്കിലാന്ന്. ഇവിടെ അതല്ലല്ലോ സ്ഥിതി. ഇവിടെ കഞ്ചാവും മയക്കുമരുന്നും അടിച്ചോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കയറി പിടിക്കൽ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് ഈ പരിപാടി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ എന്തിനാണ് ഡ്രസ്സ് ധരിക്കുന്നത്, മര്യാദയ്ക്ക് ഡ്രസ്സ് ധരിച്ചാൽ പോരെ. എന്നിട്ട് പറയുകയാണ്, യാതൊരു ഉളുപ്പും ഇല്ലാതെ പറയുകയാണ് നമ്മുടെ അമ്മക്കുണ്ട്, അതുപോലെ തന്നെ പെങ്ങക്കുണ്ട്, ഭാര്യക്കുണ്ട്, മറ്റേവർക്കുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഇതാണ് പരിപാടി. എന്നാൽ പിന്നെ എന്താ അത് പൊത്തി വെച്ചാൽ പോരെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണോ നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും വേണം, ഇതിൻ്റെ പുറകിൽ നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ 4 ആൾ നമ്മളെ പറ്റിയിട്ട് എന്നാൽ ഗുണദോഷിച്ചാലും കുഴപ്പമില്ല, കുറച്ച് ചർച്ചയാകട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. ഇവിടെ കുറേ എണ്ണത്തിനുള്ള സ്വഭാവം തന്നെയാണത്. അതായത് നല്ലതായിട്ട് ജീവിക്കുന്നവരെ വെല്ലുവിളിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു സ്ത്രീ പറയുന്നത് കേട്ടതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കൂടെ ക്യാമറയും തൂക്കിയിട്ട് കുറേ എണ്ണം വരുന്നുണ്ട് എന്ന്. ആ ക്യാമറയും തൂക്കിയിട്ട് അവർ അവരെയൊക്കെ സ്വീകരിക്കുന്നത് ഇവർ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കേണ്ട, ഇപ്പോൾ ഈ ക്യാമറയും തൂക്കിയിട്ട് പോയിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടുന്നില്ലേ. അതായത് ഇതിനിടയ്ക്ക് പിന്നെ ഏതോ ഒരു നടീൻ്റെ ഇത് കാണിച്ചിട്ട് ബാക്ക് ഭാഗം എന്തോ കാണിച്ചിട്ട് എന്തൊരു വലിയ വണ്ടിയാണെന്ന്. വണ്ടീനെ പറ്റി അവർ പറയുന്നത്, പക്ഷേ അവർ ക്യാമറ എവിടെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അറിയാം, വേറെ സ്ഥലത്താണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ, ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖാന്ന് മോനെ, നിങ്ങൾക്ക് സുഖമല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചോന്ന് അവർ ചോദിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇവൻ ഈ 6 എന്നാ പറഞ്ഞ കളി കാണിക്കുന്നത്. അതായത് ചേച്ചിയുടെ വണ്ടി കൊള്ളാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തന്നെയാണ് എല്ലാവരും കൊണ്ടുപോകുന്നത്. കാരണം ഇവർക്ക് തന്നെ അറിയാം, നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അനുവാദമില്ലാതെ ആരെങ്കിലും ഈ പബ്ലിഷ് ചെയ്യോ, അത് നിങ്ങളൊന്ന് പറ. ഇപ്പോൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഇന്ന് അടിക്ക് പറഞ്ഞൂടെ, എൻ്റെ ഫോട്ടോ എടുക്കല്ലേ, എൻ്റെ ഫോട്ടോ അങ്ങനെ എടുത്തിട്ടേക്കല്ലേ എന്ന് പറഞ്ഞൂടെ. പക്ഷേ അത് പറയത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവരൊന്നും ആരും തിരിഞ്ഞു നോക്കില്ല എന്ന് ഇവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്മാരെ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന പരിപാടിൻ്റെ ആടെ ഒന്ന് വന്നേക്കണേ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് മുടി വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് അടപ്പിക്കാൻ നോക്കുമായിരുന്നു. ഞാൻ എനിക്ക് കരിഞ്ഞു പോയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അവർക്കൊരു ഭാവഭേദവുമില്ല. അവരെന്ന് പറയുന്നത് അവിടെ കുറേ എണ്ണം ഭാവൊളിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഉദ്ഘാടകയായിട്ട് ഇവർ വരുന്നു. ഇവർ വന്നപ്പോഴെല്ലാവരും നോക്കണ്ടോ ഇങ്ങനെ കണ്ണ് വിളിച്ചിട്ട് ഇങ്ങനെ ബൾബ് കത്തൂല, അതേപോലെയായിരുന്നു. എടോ എന്തിനാടോ ഇങ്ങനെ കാണിക്കുന്നത്, നമ്മൾക്ക് മര്യാദയ്ക്കുള്ള ഡ്രസ്സ് ഇട്ട് വന്നൂടെ. അല്ലാതെ ഇതുപോലെ വന്നിട്ട് ഒരു എന്താ പരിഹാസ കഥാപാത്രമാകണ. അല്ല, ആരെ വെല്ലുവിളിക്കാനാണ്. ഞാൻ പറഞ്ഞു, കുറേ ഞരമ്പന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേജിൻ്റെ മുന്നിൽ നിൽക്കുന്ന കുറേ ഞരമ്പന്മാരുണ്ട്. അവരൊക്കെ വേണ്ടിയിട്ടാണോ ഇങ്ങനെ വരുന്നതെന്ന് അറിയില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. എന്തൊരു ആഭാസകരമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുറകെ തന്നെ ക്യാമറയും തൂക്കി പോകുന്നതൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവർക്ക് വേണ്ടിയിട്ടല്ല, ഇവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ പോകുന്നത്. ഇവർക്കാണ് കണ്ടന്റ്, അവർക്ക് കണ്ടന്റ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കലാണ്. ഇവരങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലേ ഗുണമുള്ളൂ.
നമ്മളിപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സ് ഇട്ട് നടക്കുന്നത് എന്തിനാ? നാലാൾ കാണാൻ വേണ്ടിയിട്ടും അതിന് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടുമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വൾഗറായ ഡ്രസ്സ് നല്ല രീതിയിൽ സാരി ഉടുത്ത് അല്ലെങ്കിൽ ചുരിദാർ ഉടുത്ത് നടന്നാൽ ആരെങ്കിലും നോക്കും? ആരും നോക്കത്തില്ല. എന്തെങ്കിലും വെറൈറ്റി കാണിച്ചാൽ മാത്രമല്ലേ നോക്കുള്ളൂ. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ്, പുതിയ പുതിയ സിനിമ ഇറങ്ങുമ്പോൾ ഈ എറണാകുളത്തെങ്ങാറ്റുള്ള ഒരു അപരാധ തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിൽ സിനിമ കാണാൻ വരുന്നവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ ഈറ്റുങ്ങളെ പറയുക, ഈ മറ്റേ ആക്ഷൻ ഹീറോ ബിജുവിൽ അതിൻ്റെ അകത്ത് ആ ഒരു പിന്നെ എന്നാൽ ചൊറിയൻ ചപ്പില്ലേ, അതെടുത്ത് ഒരുക്കോ വേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെയാണ് ചില നടക്കുന്നത്. അതിൻ്റെ പുറകെ തന്നെ ക്യാമറയും തൂക്കിയിട്ട് കുറേ എണ്ണം, എന്നിട്ട് പറയുക ഇത് കണ്ട, ആ സിനിമ കണ്ട, ഈ സിനിമ കണ്ട. എന്തൊരു ആഭാസകരമായ പരിപാടിയാണ് നടത്തി. ഇതൊക്കെ നമ്മുടെ സ്ത്രീകളാ എന്താ പറഞ്ഞിട്ട് പിന്നെ എന്നാ അവരെ പറയിക്കുന്നതാണിത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും കുറ്റം പറയുന്നതല്ല, ഇതെല്ലാം ഉള്ളതാണ്. അതായത് ഉള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ പൊതു സമൂഹത്തിൽ നോക്കുമ്പോൾ ചില ആൾക്കാരുടെ നടത്തവും രീതിയും, അതുപോലെ തന്നെ ചില ആൾക്കാരുടെ എല്ലാവരും എൻ്റെ ഇഷ്ടത്തിന് നടക്കണമെന്നും ഞാൻ പറയില്ല. പക്ഷേ എന്തിനാണ് മറ്റുള്ളവരെ എന്താ പറയുക ഈ കൂകി വിളിക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന പോലെയാണ് ചില നടക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിമർശനം, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേസ് കൊടുക്കും. ഇതൊക്കെയാണ് പരിപാടി, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരുന്ന അവന്മാരോടെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യുക. അതായത് ഇതൊന്നും ഇങ്ങനെ പൊത്തിപ്പിടിക്കണമെന്നോ അല്ലെ ഇതൊന്നും പറയുന്നില്ല, നല്ല ഡ്രസ്സിട്ട് എല്ലാവരും നടക്കുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ആഭാസ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ പലരും പല വിധത്തിലുള്ള കമൻറ്റും എഴുതും. അത് കഴിഞ്ഞിട്ട് എന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കാം. ഇപ്പം ഞാൻ 2 ദിവസം മുമ്പ് ഒരു ഫേസ്ബുക്കിൽ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാണിച്ചിട്ട് പിന്നെ ഇതേപോലെ പിന്നെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടും. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ ഒരു ചക്ക കയ്യിൽ വെച്ചിട്ട് എൻ്റെ ചക്ക കണ്ടോന്നായിരിക്കും പറയാം. അതായത് ഡബിൾ മീനിങ് ആണ്. അവരൊരു ചക്ക കയ്യിൽ വെച്ചിട്ടുണ്ട്, എൻ്റെ ചക്ക എല്ലാവരും കണ്ടോന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ വേറെ എന്തെങ്കിലും ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഇത് എന്തെങ്കിലും കണ്ടോന്ന് പറയും. അപ്പോൾ ആൾക്കാർ പറയും ചേച്ചി ഞാൻ ചക്ക കണ്ടില്ല, ഞാൻ അത് കണ്ടു എന്ന് പറയും. അപ്പോൾ അത് പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അവൻ്റെ ആ ഒരു കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. എന്നിട്ട് എന്ത് അടുത്ത വീഡിയോ ചെയ്യും, ഇവൻ അമ്മയും പെങ്ങളും ഇല്ലേ, ഇവന് ഭാര്യയും മക്കളും ഇല്ലേ, ഇവന് പിന്നെ വീട്ടുകാരില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരടുത്ത വീഡിയോ ഇറക്കുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മളിങ്ങനെ നിർവൃതി അടയുക, ഇതന്നെ പരിപാടി. അടുത്ത വീഡിയോർക്കും എൻ്റെ ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് അതിനും ആരെങ്കിലും ഇതേപോലെ കമൻറ്റ് ചെയ്യും. അപ്പോൾ കമൻറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുക. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ അവരെ സമ്മതിക്കണം എന്നാൽ ഇത് ചെയ്യാണ്ടെന്നാൽ പോരെ. ഈ ചക്ക കണ്ടോന്ന് ഇങ്ങനെ ചോദിക്കും. ഒരു തരത്തിൽ നമ്മളിപ്പോൾ ചക്ക കാണാതെ ആരും കൊണ്ടാ ചക്ക കാണാതെ ഏതെങ്കിലും ആളുണ്ടാ? ഇതിങ്ങനെ ഫോട്ടോയും പിടിച്ചിട്ട് എൻ്റെ ചക്ക കണ്ടോന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഡബിൾ മീനിങ്ങോട് കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുക, അതുപോലെ തന്നെ ഡബിൾ പിന്നെ ഇതായിട്ട് എന്ന് പറയുന്നത് എന്തൊക്കെയോ പറഞ്ഞിട്ട് വീഡിയോ ഇടുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന കുറച്ച് കഫം അത് മാത്രമാണ്, അത് നക്കി തിന്നാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ വേറെ ഒന്നും വേണ്ടിയില്ല. ഇത് സമൂഹത്തിനെ ഉദ്ധരിക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിനെ നന്നാക്കാനോ, നാളെ ഇതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സമൂഹം നന്നാണ്, അതൊന്നുമില്ല. കിട്ടട്ട് പണം തന്നെയാണ്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അപമാനം സഹിച്ചിട്ടുണ്ടാവുമായിരുന്നു. ചിലപ്പോൾ ഇവരുമായിട്ടൊന്നും ആരും കമ്പനി വരെ ഉണ്ടാവില്ല. അത്രത്തോളം അപമാനം സഹിച്ചിട്ടായിരിക്കുമായിരുന്നു അവരുടെ മക്കളും കൊച്ചുമക്കളൊക്കെ ജീവിക്കുന്നത്. ചില ആൾക്കാർക്കൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നറിയാം. ഏതായാലും ഒരു കാര്യം, അടുത്ത അപരാധ വീഡിയോ ആയിട്ട് നാളെ വരാട്ടാ. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണേ. ബൈ ബൈ.